നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വിശ്വാസപ്രകാരം സർവ ഐശ്വര്യത്തിന്റെ ദിനമാണ് അക്ഷയ തൃതീയ. ശുഭകാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഉത്തമമായ വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ മൂന്നാമത്തെ തൃതീയ ആണ് അക്ഷയ തൃതീയ. വിഷ്ണുവിന്റെ 6ാമത്തെ അവതാരമായ പരശുരാമന്റെ ജന്മദിനമാണ് അക്ഷയ തൃതീയ എന്ന് വിശ്വസിക്കുന്നു. വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ അദ്ദേഹത്തെ ആരാധിക്കുന്നു. പരശുരാമന്റെ ബഹുമാനാർത്ഥം ഇത് ആചരിക്കുന്നവർ ഈ ഉത്സവത്തെ പരശുരാമ ജയന്തി എന്ന് വിളിക്കാറുണ്ട്. പകരമായി ചിലർ തങ്ങളുടെ ഭക്തി വിഷ്ണുവിന്റെ 8ാമത്തെ അവതാരമായ കൃഷ്ണനിൽ കേന്ദ്രീകരിക്കാറുമുണ്ട്. ഒരു ഐതിഹ്യമനുസരിച്ച് അക്ഷയ തൃതീയ നാളിൽ വ്യാസമുനി ഗണപതിക്ക് ഹിന്ദു ഇതിഹാസമായ മഹാഭാരത പാരായണം ചെയ്യാൻ തുടങ്ങി. ഈ ദിവസമാണ് ഗംഗ ഭൂമിയിലേക്ക് ഇറങ്ങിയെന്നാണ് വിശ്വാസം. യമുനോത്രി ക്ഷേത്രവും ഗംഗോത്രി ക്ഷേത്രവും ചോട്ടാചാർദി തീർത്ഥാടന വേളയിൽ അക്ഷയ തൃതീയയുടെ അവസരത്തിൽ തുറക്കുന്നതുമാണ്. ഹിമാലയൻ പ്രദേശങ്ങളിൽ കനത്ത മഞ്ഞു വീഴ്ചയുള്ള ശൈത്യകാലത്ത് അടച്ചതിനു ശേഷം അക്ഷയ തൃതീയയിലെ അഭിജിത്ത് മുഹൂർത്തത്തിലാണ് ക്ഷേത്രങ്ങൾ തുറക്കാറുള്ളത്. സുദാമാവ് അഥവാ കുചേലന്റെ ബാല്യകാല സുഹൃത്തായ കൃഷ്ണനെ ദ്വാരകയിൽ സന്ദർശിച്ചപ്പോൾ പരിധിയില്ലാത്ത സമ്പത്ത് അനുഗ്രഹമായി ലഭിച്ചതാണ് ഈ ദിവസവും ബന്ധപ്പെട്ട് മറ്റൊരു ഐതിഹ്യം. ഈ ശുഭദിനത്തിൽ കുബേരൻ സമ്പത്തിന്റെ ദേവനെ ആരാധിച്ചതായും വിശ്വസിക്കുന്നു. പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്ര ആഘോഷങ്ങൾക്കുള്ള രഥങ്ങളുടെ നിർമ്മാണവും ഈ ദിവസമാണ് ആരംഭിക്കാറ്. വിശ്വാസപ്രകാരം സർവ ഐശ്വര്യത്തിന്റെ ദിനമാണ് അക്ഷയ തൃതീയ. ശുഭകാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഉത്തമമായ വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ മൂന്നാമത്തെ തൃതീയാണ് അക്ഷയ തൃതീയ. അക്ഷയ തൃതീയ പൂജാ സമയം, മംഗളകരമായ യോഗം, സ്വർണം വാങ്ങാൻ പറ്റിയ സമയം എല്ലാമാണ്. 2024 വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ തൃതീയ തിഥിയിലാണ് അക്ഷയ തൃതീയ ഉത്സവം ആഘോഷിക്കുന്നത്. അക്ഷയ തൃതീയ ദിനത്തിൽ സ്വർണം വാങ്ങുന്നത് ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും കൈവരുത്തും. ഇതുകൂടാതെ അക്ഷയ തൃതീയ നാളിൽ വിവാഹിതരാകുന്നതും വളരെ ശുഭകരമാണ്. ഈ ദിവസം വളരെ ശുഭമായിട്ടുള്ള ദിവസമായിട്ട് വിചാരിക്കുന്നു. ഇത് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം കൂടുതൽ ഉണ്ടാക്കുകയും ചെയ്യുന്നു. വേദഗ്രന്ഥങ്ങൾ അനുസരിച്ച് അക്ഷയ തൃതീയ ദിനത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ ശാശ്വത ഫലങ്ങൾ നൽകുന്നതുമാണ്. അക്ഷയ തൃതീയ ദിനം ശുഭമുഹൂർത്തം നോക്കാതെ തന്നെ ഏത് മംഗള കാര്യവും ചെയ്യാൻ സാധിക്കുമെന്നാണ് വിശ്വാസം. ഈ വർഷം അക്ഷയ തൃതീയ എപ്പോഴാണ് ആഘോഷിക്കുകയെന്നും പൂജാരാധനകൾക്കും സ്വർണമാകുന്നതിനുള്ള സമയവും പഞ്ചാംഗം അനുസരിച്ച് വൈശാഖ ശുക്ല തീയതി മെയ് 10 പുലർച്ചെ 4:17 ആരംഭിച്ച് അടുത്ത ദിവസം മെയ് 11 പുലർച്ചെ 2:50 അവസാനിക്കും. ഉദയ തീയതി പ്രകാരം മെയ് 10 അക്ഷയ തൃതീയ ആഘോഷിക്കാവുന്നതാണ്. അക്ഷയ തൃതീയ നാളിൽ പൂജയ്ക്കുള്ള അനുകൂല സമയം. ഈ വർഷം അക്ഷയ തൃതീയ നാളിൽ പൂജ നടത്തുന്നതിനുള്ള ഉചിതമായ സമയം മെയ് 10 രാവിലെ 5:33 മുതൽ ഉച്ചയ്ക്ക് 12:18 വരെയാണ്. അക്ഷയ തൃതീയ ദിനത്തിൽ ആരാധനയ്ക്കുള്ള അതീവ ശുഭ മുഹൂർത്തം രാവിലെ 11 മുതൽ 12:45 വരെയാണ്. ഈ സമയത്ത് പൂജ നടത്തുന്നത് വളരെ ശുഭകരമായിട്ട് വിശ്വസിക്കുന്നു. അക്ഷയ തൃതീയ നാളിൽ സ്വർണം വാങ്ങാൻ അനുകൂല സമയം കൂടിയാണ്. അക്ഷയ തൃതീയ നാളിൽ സ്വർണം വാങ്ങുന്നതിനുള്ള മെയ് 10 ദിവസം മുഴുവൻ ഇതിന് നല്ല സമയമാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്വർണം, മംഗളവസ്തുക്കളോ വാങ്ങി വെക്കാം. മെയ് 10 അക്ഷയ തൃതീയയിൽ ഉച്ചയ്ക്ക് 12:08 മുതൽ സുകർമ്മ യോഗം രൂപീകരിക്കുന്നു. അത് അടുത്ത ദിവസം രാവിലെ 10:03 വരെ തുടരും. അതായത് മെയ് 11. ഇതുകൂടാതെ അക്ഷയ തൃതീയ ദിവസം മുഴുവൻ രവി യോഗവും ഉണ്ടായിരിക്കുന്നതാണ്. അക്ഷയ തൃതീയ ദിവസം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ: പുണ്യദിനത്തിൽ പുണ്യകർമ്മങ്ങൾ നടത്തുക എന്നതാണ്. ദാനധർമ്മങ്ങൾ നടത്തുക, പിതൃതർപ്പണം ചെയ്യുക, പുണ്യഗ്രന്ഥങ്ങൾ വായിക്കുക, ഭാഗവത ശ്രവണം ചെയ്യുക, പൂജ, ജപം എന്നിവയും നടത്തുക. അന്ന് ചെയ്യുന്ന കർമ്മങ്ങൾ നശിക്കാത്തവയാണെന്നാണ് വിഷ്ണു പുരാണവും നാരദ ധർമ്മ സൂത്രവും വ്യക്തമാക്കുന്നത്. വിശന്ന് വലഞ്ഞു വരുന്നവർക്ക് ആഹാരം കൊടുക്കുക, ദാഹജലവും കൊടുക്കുക, വസ്ത്രദാനം ചെയ്യുക, അതിഥികളെ സൽക്കരിക്കുക, സജ്ജനങ്ങളെ ആദരിക്കുക, സ്നേഹം, ആത്മാർത്ഥതയുള്ള വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുക തുടങ്ങിയ സൽക്കർമ്മങ്ങൾ അക്ഷയ തൃതീയ അനുഷ്ഠിക്കുന്നവർ ചെയ്യാവുന്നതാണ്.
ഈ ദിവസം ദേവതകൾക്കും പിതൃക്കൾക്കും എള്ള് തർപ്പണം, കറുത്ത എള്ള് വേണം കേട്ടോ. കുലദേവതയുടെ നാമം ജപിക്കുക, കുലദേവതയെ പ്രാർത്ഥിക്കുക, കുലദേവതയ്ക്ക് മനസ്സ് അർപ്പിച്ച് ജപിക്കുക. എല്ലാ ഐശ്വര്യവും ഉണ്ടാകുന്നതാണ് ഈ ദിവസം പ്രാർത്ഥിച്ചാൽ. എല്ലാവരും അക്ഷയ തൃതീയയില് വിചാരിച്ച് എല്ലാവരും പ്രാർത്ഥിക്കുക. എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ. സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറി എല്ലാവരുടെ കുടുംബത്തിനും ഐശ്വര്യം ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു.